കൊല്ലം ചെമ്മാമുക്കിൽ കാറിൽ പോവുകയായിരുന്ന യുവതിയെയും യുവാവിനെയും പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിയ സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. അനിലയുടെ ഭർത്താവ് പത്മരാജൻ തന്നെയാണ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. കുട്ടിയം തഴുത്തല സ്വദേശിയായ അനില സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. സംഭവസ്ഥലത്ത് ഇന്ന് ഫോറൻസിക് സംഘം പരിശോധന നടത്തും. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേരുകയാണ്. ഷമീർ, എപ്പോഴായിരിക്കും ഫോറൻസിക് സംഘം എത്തുക? ഈ പത്മരാജന്റെ മൊഴി സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? രുചീഷ്, കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടുകൂടിയാണ് നാടിന് ഞെട്ടിച്ച ഈ സംഭവം ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ രണ്ട് വാഹനങ്ങൾ, ഈ വാഹനം ഏതാണ്ട് കടപ്പാക്കട ജംഗ്ഷനിൽ നിന്നും ആദ്യം വന്നത് ഈ ഓൾട്ടോ കാറാണ്. അതിനുശേഷം തൊട്ടുപുറകെ വന്നതാണ് ഈ ഒമിനി വാൻ. ഈ വാഹനത്തിനൊപ്പം ഇടിച്ചു നിർത്തിയതായിട്ടാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നത്. ഇതിനുശേഷം ഈ ഓപ്പോസിറ്റ് കാണുന്ന ഡോറിലൂടെ ഭാര്യയുടെ ഗ്ലാസ് തുറന്ന് സംസാരിച്ച ശേഷം ഈ വാഹനത്തിൽ കരുതിയിരുന്ന പെട്രോൾ ഈ കാറിനുള്ളിലേക്ക് ഒഴിച്ച് അവരെ തീ കൊളുത്തുകയായിരുന്നു. ഈ വാഹനത്തിനൊപ്പം ഉണ്ടായിരുന്നത് താൻ സംശയിച്ചിരുന്ന സുഹൃത്ത് ഹനീഷാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാഹനത്തിൽ ഉണ്ടായിരുന്ന ഈ അനിലയ്ക്കൊപ്പം ഉണ്ടായിരുന്ന യുവാവിൻ്റെ ദേഹത്തേക്കും ഇത്തരത്തിൽ പെട്രോൾ ദേഹത്തേക്ക് വീഴുകയും അയാളും അഗ്നിക്കിരയാവുകയും ചെയ്ത് അയാൾക്ക് ഏതാണ്ട് 50% പൊള്ളലുണ്ട്. ഈ സോണി എന്ന യുവാവിനാണ്, അതായത് അനിലയുടെ ബേക്കറിയിലെ ജീവനക്കാരനായ സോണി എന്ന യുവാവിനാണ് പരിക്കേറ്റത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പത്മരാജന് ഒരു ബേക്കറി ഉണ്ട്, അത് കൊട്ടിയത്താണ്. ആ ബേക്കറി കടയിലെ പങ്കാളിയാണ് ഹനീഷ് എന്ന ചെറുപ്പക്കാരൻ. ഹനീഷ് എന്ന ചെറുപ്പക്കാരനുമായി ഇത്തരത്തിൽ ഈ തൻ്റെ ഭാര്യ അനിലയ്ക്ക് ബന്ധമുണ്ടായിരുന്നു. ഇതിനുശേഷം ഇവർ തമ്മിൽ നിരന്തരമായി ബന്ധത്തെക്കുറിച്ച് വഴക്കുകൾ നടക്കാറുണ്ടായിരുന്നു. ഇതിനുശേഷം ഭാര്യ കൊല്ലം കടപ്പാക്കടയിൽ ഒരു പുതിയ ബേക്കറി ഇട്ടു. സ്വന്തം വീട്ടിൽ നിന്നും ഭാര്യ മാറി താമസിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഇതൊന്നും തന്നെ അയാൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. മകളെ ഓർത്തുകൊണ്ടാണ് ഇത്രയും കാലം താൻ സഹിച്ചത് എന്നാണ് പോലീസിന് മുമ്പിൽ മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ കൊലപാതകം ആസൂത്രിതമായി നടത്തിയതാണ് എന്ന് അയാൾ പോലീസിന് മുമ്പിൽ മൊഴി നൽകിയിട്ടുണ്ട്. ഇയാളുടെ ശല്യം നിരന്തരമായി ഇയാൾ വീട്ടിലും ഈ വ്യാപാര സ്ഥാപനങ്ങളിലും ഒക്കെ എത്തി ഭാര്യയുമായി സൗഹൃദം സ്ഥാപിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും സോണിയുടെ മൊഴി പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ, ഈ അപകടം നടന്ന ആദ്യഘട്ടത്തിൽ പോലീസ് പോലും അന്താളിച്ചു പോയി. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞില്ല. വലിയ ഉഗ്ര ശബ്ദത്തോടു കൂടിയുള്ള പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. നിലവിൽ ഇതിനുശേഷം ഇവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരോട് ഈ സംഭവം നടക്കുമ്പോൾ പത്മരാജൻ തൊട്ടടുത്ത പ്രദേശത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് ഈ വാഹനം കത്തുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. ഇതിനുശേഷം ഇവിടെ വന്ന പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ അയാൾ പറഞ്ഞു താനാണ് ഈ കൃത്യം നിർവഹിച്ചത്. ഇതിനുശേഷം ഒരു ഓട്ടോ വിളിച്ച്, പോലീസ് ആദ്യം അത് കാര്യമാക്കി എടുത്തില്ല, ഇതിനുശേഷം ഇയാൾ ഒരു ഓട്ടോ വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി താനാണ് ഈ കൃത്യം നടത്തിയതെന്ന് പോലീസിനോട് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പത്മരാജൻ്റെ നിന്ന് ഒരുപാട് സാമ്പത്തികം തൻ്റെ ഭാര്യ അനില വാങ്ങിയിട്ടുണ്ട്. ആ സാമ്പത്തികം തിരികെ ഇയാൾ ചോദിച്ചു. ഇവർ വഴക്കായതിനു ശേഷം ആ സാമ്പത്തികം ഇയാൾ തിരികെ ചോദിച്ചു. പക്ഷേ അത് കൊടുക്കാൻ അവർ തയ്യാറായില്ല. പിന്നീട് സ്വന്തമായ ഒരു ബേക്കറി ഇവർ കടപ്പാക്കടയ്ക്ക് സമീപിച്ചു. ആ ബേക്കറിയിലും ഈ പറയുന്ന ഹനീഷ്, അതായത് ഭാര്യ അടുപ്പമുണ്ടായിരുന്നു എന്ന് പറയുന്ന ഹനീഷ് അവിടെയും എത്തി ഇവർക്കൊപ്പം ബന്ധം സ്ഥാപിച്ചതാണ് ഈ ഒരു മോട്ടീവ്, ഈ കൊലപാതകത്തിന് ഇത്തരത്തിലൊരു മോട്ടീവായത്. അവിടെ വെച്ചും ഇവർ തമ്മിൽ തർക്കമുണ്ടായി. ഇതിനുശേഷം കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി ഭാര്യ പോകുന്നതും വരുന്നതുമെല്ലാം തന്നെ ഇയാൾ നിരീക്ഷിച്ചു. കൊട്ടിയത്തെ ഒരു പെട്രോൾ പമ്പിലെത്തി കന്നാസിൽ പെട്രോൾ വാങ്ങിയ ശേഷം ഈ വാഹനത്തിനുള്ളിൽ കാണുന്ന ഒരു പാത്രത്തിലേക്ക് ഈ പെട്രോൾ പാത്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. ഇതിനുശേഷമാണ് ഈ വാഹനത്തെ പിന്തുടർന്ന് ഇവിടെ വെച്ച്, അതായത് കൊല്ലം നഗരത്തിലെ ചെമ്മാമുക്ക് എന്ന് പറഞ്ഞ ഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത്, ഇവിടേക്ക് എത്തി ഈ വാഹനത്തിലുള്ള പെട്രോൾ മറ്റൊരു ഉപയോഗിച്ച് കാറിലേക്ക് ഒഴിച്ചത്. പക്ഷേ ഭാര്യയ്ക്ക് കാറിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ വാഹനം ചേർത്ത് നിർത്തിയിരിക്കുന്നത് എത്തരത്തിലാണ്. അതായത് ഭാര്യ രക്ഷപ്പെടാൻ പാടില്ല, ഭാര്യയാണ് വാഹനം ഓടിച്ചിരുന്നത്, ഒപ്പം ഉണ്ടായിരുന്നത് ഹനീഷാണ് എന്ന് ധരിച്ചുകൊണ്ടാണ് ഇയാൾ ഇത്തരത്തിൽ ഈ ഒരു പെട്ടെന്ന് ഭാര്യയും ഹനീഷും കൊല്ലപ്പെടണമെന്ന ഒരു ആഗ്രഹത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു തീരുമാനത്തോടു കൂടി ഇയാൾ ഈ ഒരു കൃത്യം നിർവഹിച്ചത്. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പൊള്ളലേറ്റ ഹനീഷിനെ കൊല്ലത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അയാൾക്ക് 50%-ഓളം പൊള്ളലുണ്ട്. ഇപ്പോൾ ഈ കസ്റ്റഡിയിലുള്ള പത്മരാജൻ പോലീസിനോട് പറഞ്ഞത് എന്ത് ശിക്ഷ നൽകിയാലും താൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഈ ഭാര്യയുടെയും ഈ സുഹൃത്തിൻ്റെയും ശല്യം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു എന്നാണ് പറയുന്നത്.
2 ദിവസം മുമ്പ് ഈ ഹനീഷ് പത്മരാജനെ മർദ്ദിച്ചിരുന്നു എന്നൊരു മൊഴി കൂടി പോലീസിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഭാര്യയുടെ മുന്നിലിട്ട് മർദ്ദിച്ചു, പിടിച്ചു മാറ്റിയിട്ടും പിടിച്ച് മാറ്റിയില്ലെന്നും പത്മരാജൻ പറയുന്നു. അതായത് ഭാര്യ തന്നെ മർദ്ദിക്കുന്നത് കണ്ടിട്ട് പോലും ഹനീഷിനെ പിടിച്ച് മാറ്റിയിട്ടില്ല എന്ന് പോലും അയാൾ പറയുന്നുണ്ട്. അതിൽ മനംനൊന്താണ് ഇത്തരത്തിലൊരു കൃത്യം നടത്താൻ താൻ തയ്യാറായതെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് പുലർച്ചയോടുകൂടി പോലീസിന് മുമ്പിൽ നൽകിയിരിക്കുന്ന മൊഴി. രുചീഷ്. ശരി ഷമീർ, എന്തായാലും ഉണ്ടായ ആ സംഭവത്തിൽ എന്തായാലും ഇന്ന് ഫോറൻസിക് പരിശോധന നടക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ഷമീർ അബ്ദുൾ.